പ്രിയമുള്ള കുട്ടികളെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രിട്ടീഷ് സാമ്രാജ്യ ശക്തി ഇന്ത്യയോട് കാണിച്ചിട്ടുള്ള സമീപനം ഏത് വിധത്തിലുള്ളതായിരുന്നു, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ലഘു വിവരണമാണ് നൽകിയത്. ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന ഈ പാഠത്തിൽ ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ് ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥ ഏത് തരത്തിലുള്ളതായിരുന്നു, ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ തുടർന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിവരണമാണ് ഈ പാഠത്തിൻ്റെ പ്രമേയം. ഈ ചാപ്റ്റർ മാത്രമായിട്ട് നിങ്ങൾക്ക് തൽക്കാലം നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. നിങ്ങളുടെ പഠനം വളരെയധികം ശാസ്ത്രീയമാവണമെങ്കിൽ, സയൻറ്റിഫിക്കായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ടെക്സ്റ്റ് വായിച്ചിരിക്കണം. ടെക്സ്റ്റ് വായിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ക്ലാസ് വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. തുടർന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നോട്ടുകളും നിങ്ങൾ എഴുതിയെടുക്കണം. ഈ 3 പ്രക്രിയയിൽ കൂടി നിങ്ങൾ നിരന്തരം പോവുകയാണെങ്കിൽ ടെക്സ്റ്റുമായിട്ടും ക്ലാസ്സുമായിട്ടും നോട്ടുമായിട്ടും നിങ്ങൾക്ക് എത്രമാത്രം ആത്മബന്ധമുണ്ടോ അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ഓർമ്മ. പരീക്ഷാ ഹാളിൽ ചോദ്യപേപ്പർ നിങ്ങളുടെ കൈകളിൽ കിട്ടുമ്പോൾ നിങ്ങൾ എത്രമാത്രം പഠനത്തിന് വേണ്ടി ആത്മാർത്ഥത കാണിച്ചു, അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബുദ്ധിയിൽ മിന്നിത്തെളിയും. അതുകൊണ്ട് നല്ല പോലെ പഠിക്കുക, മിടുക്കന്മാരായിട്ട് മാറുക. നമുക്കറിയാം, 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലാണ് വ്യാവസായിക വിപ്ലവം ആരംഭിച്ചിട്ടുള്ളത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വാസ് സ്റ്റാർട്ടഡ് ഇൻ ദ 18th century അല്ലേ, ഇൻ ബ്രിട്ടൻ. 18-ാം നൂറ്റാണ്ടിൽ വ്യാവസായിക വിപ്ലവം ഇംഗ്ലണ്ടിൽ ആരംഭിച്ചതിനെ തുടർന്ന് ഒരുപാട് ആധുനിക വ്യവസായശാലകൾ അങ്ങ് ബ്രിട്ടനിൽ പ്രവർത്തനം ആരംഭിച്ചു. ആധുനിക വ്യവസായശാലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യന്ത്രവൽകൃതമായിട്ടുള്ള ഒരുപാട് കപ്പാസിറ്റിയുള്ള, ശേഷിയുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ നിമിഷങ്ങൾക്കകം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള യന്ത്രവൽകൃതമായിട്ടുള്ള ആധുനിക വ്യവസായശാലകൾ പ്രവർത്തിക്കാൻ ആരംഭിച്ചു. ആധുനിക വ്യവസായശാലകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് തള്ളാൻ കെൽപ്പുള്ള വ്യാവസായിക ശാലകളാണ് അവിടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നത്. എങ്കിൽ ഇവയ്ക്ക് ഒരുപാട് റോ മെറ്റീരിയൽസ്, ഒരുപാട് അസംസ്കൃത വസ്തുക്കൾ ലഭിക്കണം. എങ്കിൽ മാത്രമേ ഈ വ്യവസായശാലകൾ നിർവിഘ്നം ഉത്പാദനം നടത്താനായിട്ട് പറ്റുകയുള്ളൂ. വ്യവസായശാലകൾ 24 മണിക്കൂറും പ്രവർത്തിക്കണമെങ്കിൽ അവയ്ക്കാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ നമുക്ക് നൽകാൻ പറ്റണം. വേണ്ടേ? വേണം. മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് വൻകിട വ്യവസായശാലകൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് ഉൽപ്പന്നങ്ങളാക്കി നിർമ്മിച്ചു വിടുമ്പോൾ ഇവയ്ക്കൊക്കെ കമ്പോളം അഥവാ മാർക്കറ്റ് ലഭിക്കണം. ഉൽപ്പാദിപ്പിച്ചത് കൊണ്ട് മാത്രമായില്ല, ഇവ വിറ്റഴിക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ മാർക്കറ്റ് ലഭ്യമാകണം. ഇങ്ങനെ തങ്ങളുടെ സർവ്വതോന്മുഖമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടും തങ്ങൾ ഉൽപ്പാദിപ്പിച്ച് തള്ളുന്ന ഉൽപ്പന്നങ്ങൾക്ക് കമ്പോളം അഥവാ മാർക്കറ്റ് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുമാണ് അന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഒരു കോളനിയാക്കി മാറ്റിയിട്ടുള്ളത്. അല്ലേ? ആണല്ലോ. ബ്രിട്ടൻ വാണ്ട്സ് ടു ട്രാൻസ്ഫോം ഇന്ത്യ ആസ് എ മിയർ സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽസ്. ബ്രിട്ടൻ വാണ്ട്സ് ടു ട്രാൻസ്ഫോം ഇന്ത്യ ഇൻടു എ മാർക്കറ്റ് പ്ലേസ് ഫോർ ദെയർ finished products. This was the actual reason that Britain has stifled India's economic growth. This was the real reason that Britain has suppressed India's growth. ബ്രിട്ടനിലെ ആധുനിക വ്യവസായശാലകൾ നിരന്തരം പ്രവർത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ലഭ്യമാകണമെങ്കിൽ, അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാകണമെങ്കിൽ ബ്രിട്ടനിലെ ആധുനിക വ്യവസായശാലകൾ അനുനിമിഷം പുറന്തള്ളിക്കൊണ്ടേയിരിക്കുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വരുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു കമ്പോളം ലഭ്യമാകണമെങ്കിൽ ഇന്ത്യയിൽ ഒരു കാരണവശാലും വ്യാവസായിക വളർച്ച ഉണ്ടാവാൻ അനുവദിക്കരുത്.
ഇതായിരുന്നു ബ്രിട്ടീഷുകാരുടെ സമീപനം. അതുകൊണ്ട് ഇന്ത്യയിൽ യാതൊരു തരത്തിലുള്ള വ്യാവസായിക വളർച്ചയ്ക്കും ബ്രിട്ടീഷുകാർ കൂട്ടുനിന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയിൽ ഒരു വ്യവസായം ആരംഭിക്കുന്നത് കണ്ടിട്ടുണ്ട് എങ്കിൽ അതിനെ മുളയിലെ നുള്ളിക്കളയുന്ന ഒരു സമീപനമായിരുന്നു ബ്രിട്ടീഷുകാർ അനുവർത്തിച്ചിരുന്നത്. ഇന്ത്യയുടെ വളർച്ചയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന മനോഭാവമാണ് ബ്രിട്ടീഷുകാർ അനുവർത്തിച്ചു പോന്നിട്ടുള്ളത്. നമുക്കറിയാം, 2 നൂറ്റാണ്ടുകളോളം കാലം ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ ഉള്ള ഒരു മര്യാദ പോലും കാണിച്ചിട്ടില്ല. ഇത്രയും നാളായിട്ടും ഇന്ത്യയുടെ ദേശീയ വരുമാനം അവർ അളന്നു തിട്ടപ്പെടുത്തിയിട്ടില്ല. ഒരു ഭരണകൂടത്തിന് ഒരു ജനതയുടെ ജീവിത നിലവാരത്തെക്കുറിച്ച് അറിയണമെങ്കിൽ, ബോധ്യമുണ്ടാവണമെങ്കിൽ അവർ ആളോഹരി വരുമാനത്തെക്കുറിച്ച് അറിയണം. പെർ ക്യാപിറ്റ ഇൻകം അവർ കണ്ടെത്തിയിരിക്കണം. ഇതിനായി ഒരു പരിശ്രമവും ബ്രിട്ടീഷുകാർ നടത്തിയിട്ടില്ല. എന്താ ഇത് സൂചിപ്പിക്കുന്നത്? നമ്മുടെ ജനതയോട്, നമ്മുടെ ജനതയുടെ ജീവിത നിലവാരത്തോട് തികഞ്ഞ അവജ്ഞയും പുച്ഛവുമായിരുന്നു ബ്രിട്ടീഷുകാർക്ക് എന്നതല്ലേ? എങ്കിൽ പോലും ചില വ്യക്തിഗത പരിശ്രമങ്ങൾ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം കണക്കാക്കാൻ ഉണ്ടായിരുന്നു. അതിലാദ്യമായി ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കാൻ മുതിർന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നാണ് ദാദാഭായ് നവറോജിയെ നാം വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കണക്കെടുപ്പ് അത്രമാത്രം ശാസ്ത്രീയമൊന്നും ആയിരുന്നില്ല. എങ്കിൽ പോലും ദ ഫസ്റ്റ് അറ്റംപ്റ്റ് വാസ് മെയ്ഡ് ബൈ ദാദാഭായ് നവറോജി ഇൻ ഓർഡർ ടു എസ്റ്റിമേറ്റ് നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ പഠനത്തെ തുടർന്ന് മറ്റു വ്യക്തികളും ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കാൻ പരിശ്രമിച്ചു. അതിലെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് വില്യം ഡിഗ്ബി, ഫിൻഡ്ലെ ഷിറാസ്, VKRV റാവു ആൻഡ് RC ദേശായി. ഈ 5 പേരുകളും നിങ്ങൾ ഓർത്തിരിക്കണം. ആരൊക്കെയാണ്? ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബി, ഫിൻഡ്ലെ ഷിറാസ്, VKRV റാവു ആൻഡ് RC ദേശായി. ഒറ്റയാനെ തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഈ പേരുകൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകരിക്കും. ദേശീയ വരുമാന കണക്കെടുപ്പിൽ ഏറ്റവും മികച്ചതായി നാം പരിഗണിക്കുന്നത് VKRV റാവുവിൻ്റെ ദേശീയ വരുമാന കണക്കെടുപ്പാണ്. ഇറ്റ് വാസ് VKRV റാവു ഹൂസ് എസ്റ്റിമേഷൻ വാസ് കൺസിഡേർഡ് ആസ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ്. ദേശീയ വരുമാന കണക്കെടുപ്പിൽ ഏറ്റവും മികച്ചതായി, ഏറ്റവും ശാസ്ത്രീയമായി പരിഗണിച്ചിട്ടുള്ളത് VKRV റാവുവിൻ്റെ കണക്കെടുപ്പാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൻ്റെ വളർച്ച കേവലം 2% താഴെയായിരുന്നു. അപ്പോഴേക്കും ഇന്ത്യയുടെ ജനസംഖ്യ ഒരുപാട് വർദ്ധിച്ചിരുന്നു. വെറും 2%-ഓ അതിൽ താഴെയോ വർധനവുണ്ട് എങ്കിൽ ഈ വർദ്ധിച്ചു വന്നിട്ടുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയൊരു മാർഗവും സാഹചര്യവും ആ വളർച്ചയിൽ നമുക്ക് കാണാനായിട്ട് കഴിയില്ല. ദ പെർ ക്യാപിറ്റ ഔട്ട്പുട്ട് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് വാസ് less than 0.5%. ഉൽപ്പന്നങ്ങളുടെ ആളോഹരി വിഹിതം കേവലം 0.5% താഴെയായിരുന്നു. എത്രമാത്രം ദയനീയമായിരിക്കും ആ കാലഘട്ടത്തിലെ നമ്മുടെ സാമ്പത്തികാവസ്ഥ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ബ്രിട്ടീഷ് ഭരണം നമ്മളുടെ കാർഷിക മേഖലയിൽ, നമ്മളുടെ അഗ്രികൾച്ചറൽ സെക്ടറിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത്? ഇനി നമുക്ക് അത് നോക്കാം. കാലം കുറേ കടന്നുപോയി. വ്യാവസായിക വിപ്ലവം ആരംഭിച്ചിട്ടുള്ള പല രാജ്യങ്ങളുടെയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. പല രാജ്യങ്ങളും ധനിക രാജ്യങ്ങളായിട്ട് മാറി. പക്ഷേ ഇന്ത്യ ഇപ്പോഴും ഒരു കാർഷിക രാജ്യമായി അവശേഷിക്കുകയാണ്. ഇന്ത്യ സ്റ്റിൽ റിമെയിൻസ് ആസ് ആൻ അഗ്രേറിയൻ ഇക്കോണമി. 85% of our population still find their livelihood from agricultural sector. Most of them were villagers. നമ്മുടെ ജനസംഖ്യയുടെ 85% പേരും കാർഷിക മേഖലയെയാണ് അവരുടെ ഉപജീവന മാർഗമായിട്ട് ആശ്രയിക്കുന്നത്. അവരിൽ പലരും ഗ്രാമവാസികളായിരുന്നു. ഇത്രയും ജനബാഹുല്യം അവരുടെ ഉപജീവന മാർഗമായി കാണുന്ന കാർഷിക മേഖല മുരടിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മളുടെ ജനങ്ങളുടെ ജീവിതം എത്രമാത്രം ദുരിതപൂർണമായിരിക്കും എന്ന് നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം. കാർഷിക മേഖലയുടെ മുരടിപ്പിനുള്ള പ്രധാന കാരണം ബ്രിട്ടീഷുകാർ ഇവിടെ അനുവർത്തിച്ചിട്ടുള്ള, ബ്രിട്ടീഷുകാർ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള അവരുടെ ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റമാണ്, അവരുടെ ഭൂവുടമ സമ്പ്രദായമാണ്. 1793 ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുള്ള ബംഗാൾ പ്രവിശ്യയിൽ അവർ നടപ്പിലാക്കിയിട്ടുള്ള ഭൂവുടമ സമ്പ്രദായമായിരുന്നു
ജമീന്ദാരി സിസ്റ്റം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. 1820 കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ മദ്രാസ് പ്രവിശ്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള മറ്റൊരു ഭൂവുടമ സമ്പ്രദായമാണ് റൈറ്റ് വാരി സിസ്റ്റം. ലോർഡ് വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയിട്ടുള്ള മറ്റൊരു സമ്പ്രദായമാണ് മഹൽവാരി സിസ്റ്റം. ഈ ഭൂവുടമ സമ്പ്രദായങ്ങളെല്ലാം തന്നെ ജനദ്രോഹപരമായിരുന്നു. കർഷകൻ്റെ രക്തം ഊറ്റിക്കുടിക്കുന്ന വിധത്തിലുള്ള ഒരു ഭൂവുടമ സമ്പ്രദായമായിരുന്നു ജമീന്ദാരി സിസ്റ്റമായാലും റയറ്റ് വാരി സിസ്റ്റമായാലും മഹൽവാരി സിസ്റ്റമായാലും. ബംഗാൾ പ്രവിശ്യയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള ഭൂവുടമ സമ്പ്രദായം ജമീന്ദാരി സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായി അറിയാം. ബംഗാൾ പ്രവിശ്യയിൽ ഭൂനികുതി പിരിച്ചെടുക്കാനുള്ള അധികാരം ബ്രിട്ടീഷ് ഗവൺമെൻറ് ജമീന്ദാർമാർക്ക് അനുവദിച്ചു കൊടുത്തു. ജമീന്ദാർമാരെ നിയമിച്ചത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്. ഉയർന്ന തുക കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണ് ജമീന്ദാർമാരെ അവർ നിയോഗിച്ചിട്ടുള്ളത്. കൂടാതെ ജമീന്ദാർമാരെ നിയോഗിച്ചപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് കണിശമായും കർക്കശമായും പറഞ്ഞു, യഥാസമയത്ത് കൃത്യമായി ഭൂമിയിൽ നിന്നും നികുതി പിരിച്ച് ഇവിടെ കൊണ്ട് അടയ്ക്കണം. ഇതും കൂടിയായപ്പോൾ ജമീന്ദാർമാർ കർഷകരെ ആവോളം ദ്രോഹിച്ചു. കർഷകരുടെ വരുമാനം അവർ പരിഗണിച്ചതേയില്ല. കർഷകരുടെ ഉൽപാദനക്ഷമത അവർ മൈൻഡ് ചെയ്തതേയില്ല. കൃഷി നശിച്ചാലും ഉണ്ടായാലും ഇല്ലെങ്കിലും എങ്ങനെയായാലും ഭൂനികുതി അടച്ചേ പറ്റൂ. ഇതായിരുന്നു വ്യവസ്ഥ. ഇങ്ങനെയുള്ളൊരു സ്ഥിതി വന്നപ്പോൾ കർഷകരുടെ സ്ഥിതി അവതാളത്തിലായി. മിക്കവാറും കർഷകർ കടക്കണിയിൽ അകപ്പെട്ടു. കൃഷിഭൂമിയിൽ നിന്നും നികുതി വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ജമീന്ദാർമാരും ബ്രിട്ടീഷ് ഗവൺമെൻറ്റും കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കായി ഒന്നും തന്നെ ചെയ്തില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ ടെറസിംഗ് അല്ലെങ്കിൽ കൃഷിഭൂമികളെ തട്ടുകളാക്കി മാറ്റുക ബ്രിട്ടീഷ് സർക്കാർ ചെയ്തിട്ടില്ല. കൃഷിഭൂമിയെ തട്ടുകളാക്കി മാറ്റിയിട്ടില്ല എങ്കിൽ ഒരു മലവെള്ളപ്പാച്ചലിൽ എല്ലാ ഫലഭൂഷ്ടമായ മണ്ണും ഒലിച്ചു പോകും. മണ്ണൊലിപ്പ് തടയാനുള്ള യാതൊരു സംവിധാനവും ഇവിടെ ചെയ്തിട്ടില്ല. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ജലസേചന സൗകര്യം, ഇറിഗേഷൻ, വളരെ നാമമാത്രമായിട്ടുള്ള വർധനവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമുക്കറിയാം, ഇന്ന് പോലും ഇറിഗേഷൻ ഫെസിലിറ്റിയിൽ ഇന്ത്യ വേണ്ടത്ര മുന്നേറ്റം വരുത്തിയിട്ടില്ല. ജലസേചന സൗകര്യത്തിൽ ഇന്നും ഇന്ത്യയുടെ അവസ്ഥ ശോചനീയമാണ്. അപ്പോൾ പഴയകാലത്തെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. കാർഷിക വിളകൾ തഴച്ചു വളരാൻ ആവശ്യമായിട്ടുള്ള രാസവളങ്ങളുടെ പ്രയോഗവും വളരെ വിരളമായിരുന്നു. ഈ തരത്തിൽ കൃഷിയെ അങ്ങേയറ്റം പരിഗണിക്കാതെ കാർഷിക മേഖല മുരടിച്ചു പോവുകയായിരുന്നു. നോക്കുക, ഇവിടെ ഭൂമിയിലുള്ള ഡീസാലിനൈസേഷൻ ഓഫ് സോയിൽ, മണ്ണിലുള്ള ലവണാംശത്തെ നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഭൂമിയിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ വിളയുകയുള്ളൂ. അതുപോലും ബ്രിട്ടീഷ് ഗവൺമെൻറ് ചെയ്തു കൊടുത്തിട്ടില്ല. ഈ കാലഘട്ടങ്ങളിൽ ഭക്ഷ്യവിളകൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന കർഷകർ നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ആരംഭിച്ചു. ഈ നാണ്യവിളകൾ വാങ്ങിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ്. അവരുടെ വ്യാവസായിക ശാലകൾക്ക് അസംസ്കൃത വസ്തുക്കളായി നമ്മുടെ നാട്ടിൽ നിന്നും നാണ്യവിളകൾ അവർ ശേഖരിച്ചിരുന്നു. വെറും തുച്ഛമായ പൈസയ്ക്ക് തങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള നാണ്യവിളകൾ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ടി വന്നു നമ്മുടെ ദരിദ്രരായിട്ടുള്ള കർഷകർ. ജനങ്ങളുടെ ദാരിദ്ര്യം വീണ്ടും വീണ്ടും വർദ്ധിച്ചു വന്നതേയുള്ളൂ. അവരുടെ ജീവിതത്തിൽ കാര്യമായ പുരോഗതി ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ ജനസംഖ്യയുടെ 85% പേരും അവരുടെ ഉപജീവന മാർഗമായി കണ്ടിട്ടുള്ള കാർഷിക മേഖലയുടെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു, വളരെ ദയനീയമായിരുന്നു. ഒട്ടിയ വയറും ഉടുതുണിക്ക് മറുതുണിയുമില്ലാതെ നമ്മുടെ കർഷക ജനത എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്കലാപ്പിലായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നമ്മളുടെ വ്യാവസായിക മേഖല, നമ്മളുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ അവസ്ഥ നമുക്കൊന്ന് പരിശോധിക്കാം. ആസ് ഇൻ ദ കേസ് ഓഫ് agricultural sector, Indian industrial sector was also in trouble. നമ്മളുടെ വ്യാവസായിക മേഖലയും ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. ഇന്ത്യ could not develop a sound industrial base. ഇന്ത്യക്ക് ഇതുവരെയായും ഒരു വ്യാവസായിക അടിത്തറ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല.
The world famous handicrafts industries of India were also declined. നമ്മളുടെ ലോകപ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒരുപാട് ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഉപജീവന മാർഗമായിരുന്ന, തൊഴിൽ നൽകിയിരുന്ന നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ്സ് ഇൻഡസ്ട്രിയും തകർന്ന് തരിപ്പണമാവാനായിട്ട് തുടങ്ങി. രാജ്യത്തിലെ വ്യാവസായിക വളർച്ച ഒരു കാരണവശാലും നടന്നുകൂടാ എന്ന് ബ്രിട്ടീഷുകാർ തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്നു. കാരണം അതെ, ബ്രിട്ടീഷ് വ്യാവസായികശാലകൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണമെങ്കിൽ അവർക്ക് മതിയായ അളവിൽ റോ മെറ്റീരിയൽസ് ലഭ്യമാവണം. ബ്രിട്ടീഷുകാർ നിമിഷങ്ങൾക്കുള്ളിൽ പുറപ്പെടുവിക്കുന്ന, ഉൽപ്പാദിപ്പിച്ച് പുറന്തള്ളുന്ന ഉൽപ്പന്നങ്ങൾക്ക് കമ്പോളം ലഭ്യമാവണമെങ്കിൽ, മാർക്കറ്റ് ലഭിക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് ആഭ്യന്തരമായി നാം ഒരിക്കലും ഒരു വ്യവസായ ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിച്ചുകൂടാ. ഇതിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മുടെ വ്യാവസായിക ശാലകളുടെ വളർച്ചയെ കാണുമ്പോഴൊക്കെ അതിൻ്റെ വളർച്ചയെ അതോടെ അവസാനിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ വളർച്ചയുടെ മുളയിൽ തന്നെ അവർ നുള്ളിക്കളഞ്ഞിട്ടുള്ളത്. എങ്കിലും 20-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ ഏതാനും വ്യാവസായിക ശാലകൾ ഇവിടെ നാം പെടുത്തിയിരുന്നു. വ്യാവസായിക മേഖലയിൽ കാര്യമായ സ്പന്ദനങ്ങളും ചലനങ്ങളും ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ ഇവയ്ക്ക് കഴിഞ്ഞില്ല എങ്കിൽ പോലും ഈ വ്യവസായശാലകളിൽ നമ്മുടെ ജൂട്ട് ഇൻഡസ്ട്രീസും അതേപോലെ തന്നെ കോട്ടൺ ഇൻഡസ്ട്രീസും വരികയുണ്ടായി. മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ പ്രദേശങ്ങളിൽ ഇന്ത്യക്കാരുടെ മേൽനോട്ടത്തിൽ ആധിപത്യത്തിലായിരുന്നു ഇവിടെയുള്ള കോട്ടൺ അഥവാ പരുത്തി വ്യവസായ മില്ലുകൾ. എന്നാൽ ജൂട്ട് ഇൻഡസ്ട്രീസ് കേന്ദ്രീകരിച്ചിരുന്നത് ബംഗാൾ പ്രദേശത്താണ്. ജൂട്ട് ടെക്സ്റ്റൈൽ മില്ലുകളുടെ ഉടമകൾ ബ്രിട്ടീഷുകാരായിരുന്നു. ക്രമേണ ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായം ആരംഭിച്ചു. ജാംഷഡ്ജി ടാറ്റയുടെ നേതൃത്വത്തിൽ 1907 ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ലിമിറ്റഡ് ടിസ്കോ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. ഇത് ഇന്ത്യയുടെ വ്യാവസായിക ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട്, ടിസ്കോ ആരാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ജാംഷഡ്ജി ടാറ്റ. ഏതു വർഷത്തിലാണ്? 1907. ശ്രദ്ധിക്കുക. കൂടാതെ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യയിൽ ഏതാനും സിമൻറ്റ് ഫാക്ടറികളും പേപ്പർ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളും അതേപോലെ തന്നെ ഷുഗർ മില്ലുകളും ആരംഭിച്ചിരുന്നു. ഇത്രയും മാത്രമാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യയിലുണ്ടായിട്ടുള്ള വ്യാവസായിക പുരോഗതി. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ നോട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് പ്രിൻ്റ് എടുക്കുക, അല്ലെങ്കിൽ പോസ് അടിച്ച് വായിച്ച് എഴുതിയെടുക്കുക. ഇതുവരെ ഈ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ തന്നെ ഈ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് മാറുക. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.